CS സുജാതയ്ക്കെതിരെ ജി സുധാകരൻ വോട്ട് പിടിക്കാൻ CS സുജാത നായന്മാരുടെ വീട്ടിൽ കയറുകയാണ് എന്ന് ജി സുധാകരൻ ആരോപിച്ചു. സുജാതയ്ക്ക് നാണവും മാനവും ഉണ്ടോ? നായരാണെന്ന് തെളിയിക്കാൻ മുല്ലപ്പൂമാലയും തുളസിയിലയും ഒക്കെ വയ്ക്കും. ഇവിടെ നായരുടെ വോട്ടൊന്നും കിട്ടില്ല എന്നും സുധാകരൻ പറയുന്നു. സുധാകരന്റെ സമനില തെറ്റിയെന്നാണ് ആർ നാസറിന്റെ പ്രതികരണം. നായന്മാരുടെ വീടുകൾ കയറുകയാണ്. ഇവരങ്ങോട്ട് ചെന്നാവുന്ന നായന്മാരെല്ലാം ചെയ്യുമെന്നാണ് ധാരണ. മനസ്സിലായില്ല? നാണമില്ല സുജാതയ്ക്ക്. സുജാതയും നാസറും ഒന്നും ഈ ജില്ലയിലെ ജനങ്ങളുടെ മുമ്പ് രക്ഷപ്പെടത്തില്ല. സുജാതയ്ക്ക് ഒരു ചെറിയ ഭാവി ഉണ്ടായിരുന്നു. ആ കായംകുളത്തെ കാണാൻ ചാർജെടുത്ത് അവിടെ കാണാൻ നിൽക്കുന്നത് അത് വീടൊക്കെ എവിടെയാണ്? മനസ്സിലായില്ലേ? അവിടെ പഠിച്ചത് അവിടെ അമ്പലപ്പുഴയ്ക്ക് വന്നിരിക്കുകയാണ്. നായന്മാരുടെ വീട്ടിലെ പോത്തല്ല മുല്ലപ്പൂമാലയൊക്കെ വെച്ച് ഇങ്ങനെ തുളസിയടിയൊക്കെ നായരാണെന്ന് തോന്നിക്കാണ്. നായേഴ്സിന്റെ ഓട്ടൊന്നും കിട്ടത്തില്ല. രഘുനാഥ് നാരായണനുണ്ട്. രഘു, ഇതൊക്കെയാണ് സംസാരങ്ങൾ അല്ലേ? ഇനിയുള്ള ഓരോ മണിക്കൂറും ഇത്തരം പ്രതികരണങ്ങളൊക്കെ കൂടുതലായി വരികയും ചെയ്യും. എന്താണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതും അതിനോടുള്ള മറുപ്രതികരണമൊക്കെ എങ്ങനെയാണ്? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയ്ക്ക് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതലയാണ് സംഘടനാപരമായി CPM നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പാർട്ടി വിട്ട സമയത്ത് ജി സുധാകരൻ CS സുജാത ഉൾപ്പെടെയുള്ള ആളുകളെ വിമർശിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. CS സുജാതയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുവാണ് CS സുജാത, ഒപ്പം തന്നെ ഹരിശങ്കർ, ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും അവസാനവും ജി സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ ഒരു വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന സുധാകരൻ ആർ നാസറും സജി ചെറിയാനും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കളെ കടന്നാക്രമിച്ചപ്പോഴും CS സുജാതയെ വെറുതെ വിടുകയായിരുന്നു. പക്ഷേ CS സുജാത അമ്പലപ്പുഴ മണ്ഡലത്തിൽ സജീവമായതോടുകൂടിയാണ് CS സുജാതയ്ക്ക് എതിരെ ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. നായർ സമുദായത്തിൽ നിന്നുള്ള CS സുജാത ആ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങുകയാണ് സുധാകരനെതിരെ വോട്ട് പിടിക്കാൻ വേണ്ടി. അതൊന്നും ഇവിടെ നടപ്പാകില്ല എന്നുള്ളതാണ് ജി സുധാകരൻ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് അല്പം മോശമായി അദ്ദേഹത്തിന്റെ ഒരു പരാമർശം നമുക്ക് പറയാൻ സാധിക്കുക. മുല്ലപ്പൂ ഒക്കെ വെച്ച് അങ്ങനെ നായരാണെന്ന് തെളിയിക്കാൻ വേണ്ടി മുല്ലപ്പൂ ഒക്കെ വെച്ച് ഓരോ വീടുകളും കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന് മറുപടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞത് സുധാകരന്റെ കിളി പോയി എന്നുള്ളതാണ്. കാരണം ഈ വെയിലൊക്കെ അടിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ പൂർണ്ണമായും കിളി പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതികരിച്ചത്. ശരി. എന്തായാലും തെരഞ്ഞെടുപ്പ് അങ്ങ് ഉച്ചിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞ് അങ്ങനെ വൈകാര്യമായിട്ടും ആവേശം കയറിയൊക്കെ പലതും പറഞ്ഞു പോവുകയാണ്. ഈ 9-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണേണ്ടവരാണ്. മെയ് 4-ാം തീയതി കഴിഞ്ഞാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണേണ്ടതാണ്. ഇപ്പോൾ ഒരു പാർട്ടി വേറെ എതിരാളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആജീവനാന്ത ശത്രുവോ അല്ലെങ്കിൽ അവരോട് വാളെടുത്ത് യുദ്ധം ചെയ്യാനൊന്നും പോകേണ്ടവരല്ലല്ലോ. ഇനിയും കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതൊക്കെ കൊളാവാതിരിക്കട്ടെ. പറഞ്ഞതൊക്കെ ഇതോടുകൂടി അവസാനിക്കട്ടെ. നല്ലത് മാത്രം മുന്നോട്ട് പോകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.